ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 16 തിങ്കളാഴ്ചയാണ്. ആദ്യം തന്നെ നമുക്കറിയേണ്ടത് ഈ ആഴ്ചയുടെ ഒരു ഓവറോൾ സെൻറ്റിമെൻറ്റ് എത്തരത്തിലായിരിക്കും എന്ന് തന്നെയാണ്. വലിയ രീതിയിലുള്ള ഇവൻറ്റ്സ് ഒന്നും ഈ ആഴ്ച പുറത്തു വരുന്നില്ല. എന്നിരുന്നാലും WPI ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ത്യയിൽ നിന്നും ഇന്ന് പുറത്തു വരുന്നുണ്ട്. കൂടാതെ FOMC മിനിറ്റ്സ് ഈ ആഴ്ചയാണ് പുറത്തു വരുന്നത്. നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1% അടുത്ത് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി ഒരു ഇടിവിലേക്ക് പോയപ്പോഴും മൊത്തത്തിലുള്ള ഒരു സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഓവറോൾ വാല്യുവേഷൻ ഏഷ്യൻ മാർക്കറ്റുകളുമൊക്കെയായി കമ്പയർ ചെയ്യുമ്പോൾ ഉയർന്നു തന്നെയാണ് ഇന്ത്യൻ വിപണിയുടെ മൂല്യനിർണ്ണയം ഉള്ളത് എന്ന് തന്നെയാണ് കാണുന്നത്. അതുമായിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ മാർക്കറ്റ് ന്യൂസ് സെഗ്മെൻറ്റിൽ പറയുന്നുണ്ട്. കൂടാതെ വെള്ളിയാഴ്ചത്തെ ആ ഇടിവിനെ പറ്റിയും നമ്മൾ കൂടുതലായി ഇവിടെ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി ഈ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോ ഉണ്ടായിരിക്കില്ല. ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഈ വീഡിയോ നമുക്ക് ചെയ്യാൻ കഴിയാതിരിക്കുന്നത്. കൂടുതൽ കണ്ടൻസുമായി നമ്മൾ വ്യാഴാഴ്ച തിരികെ വരും. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ആദ്യം നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് 25,471-ൽ 336 പോയിന്റ്സ് ഇടിഞ്ഞാണ്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബിയറിഷ്നെസ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് വലിയ ഒരു ഇടിവോട് തന്നെയായിരുന്നു. ഇതിന് മുൻപുള്ള ആഴ്ചയിലെ ലോയ്ക്ക് താഴെയായിട്ടാണ് ഈ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതും ഒരു ബിയറിഷ് ഫാക്ടർ തന്നെയാണ്. നിഫ്റ്റിയുടെ ചാർട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 പ്രാവശ്യവും സപ്പോർട്ട് എടുത്ത ആ ഒരു ഏരിയയിലേക്ക് വീണ്ടും നിഫ്റ്റി തിരികെ എത്തുകയാണ്. കഴിഞ്ഞ 4 തവണയും ടച്ച് ചെയ്ത ഒരു സോൺ എന്ന നിലയ്ക്ക് ഈ ഒരു ലെവൽ വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വരുന്നത് ഫെബ്രുവരി 3-ാം തീയതിയിലെ ആ ഒരു ഗ്യാപ്പ് ഏരിയ അതിൻ്റെ ലോ ആയിട്ട് വരുന്നതും ഏകദേശം ഈ ഒരു സോണിൽ തന്നെയാണ്, ഈ ഒരു ലെവലിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു ഏരിയ വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. നിഫ്റ്റി ഇതോടെ ഇപ്പോൾ 10 ഡേ 20 ഡേ 50 ഡേ 100 ഡേ EMIകൾക്ക് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി 200 ഡേ EMI കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബിയറിഷ്നെസ് മാർക്കറ്റിൽ വന്നു എന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ്. ഇനി ഒരു ബൗൺസ് ബാക്ക് വരികയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലെ ഈ റെസിസ്റ്റൻസ് സോൺ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാനുള്ളത് 25,600-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,400-ഉമാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഇടിവ് കുറവായിരുന്നു. 0.9% മാത്രമാണ് ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനിയൊരു സപ്പോർട്ട് ലെവലാവാൻ സാധ്യതയുള്ളത് ഡൗൺ സൈഡിലെ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ തന്നെയാണ്. ഇനി ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ട് ഒരുപക്ഷെ റിവേഴ്സൽ വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഒരുപക്ഷെ ഈ ഒരു ലെവലിന് താഴെ ആണ് ക്ലോസിംഗ് വെക്കുന്നതെങ്കിൽ പിന്നീട് പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് 58,600 ലെവൽ തന്നെയായിരിക്കും. നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടി സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാം. കാരണം കൂടി പറയാനുണ്ട്. 10 ഡേ EMIക്ക് താഴെയായിട്ടാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ 20, 50, 100, 200 ഡേ EMIകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 60,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 60,000-ഉമാണ്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക് വരാം. നമുക്കറിയാം വെള്ളിയാഴ്ച വലിയ ഇടിവിലാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തത്. അതിപ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ ഇടിവിലേക്ക് പോയ മറ്റൊരു സെക്ടർ IT സെക്ടറായിരുന്നു. വെള്ളിയാഴ്ച നിഫ്റ്റി 1.25% ഇടിവാണ് ഉണ്ടാക്കിയത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ നിക്ഷേപകരുടെ സമ്പത്തിൽ ഏകദേശം 10 ലക്ഷം കോടി രൂപ നഷ്ടമായിരിക്കുന്നു. ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള TCS, ഇൻഫോസിസ്, HCL ടെക്നോളജീസ്, വിപ്രോ, LTI മൈൻട്രി, ടെക് മഹീന്ദ്ര, പേഴ്സിസ്റ്റന്റ് സിസ്റ്റം, കോഫോർജ്, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ്, എംഫസിസ് എന്നിവയിൽ 10 മുതൽ 20% ഇടിവാണ് രേഖപ്പെടുത്തിയത്. പുതിയ AI മോഡലുകൾ പുറത്തിറങ്ങിയതോടെ വിപണി IT മേഖലയെക്കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് ആന്ത്രോപിക് പോലുള്ള കമ്പനികളുടെ പുതിയ AI മുന്നേറ്റങ്ങൾ വിപണിയിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് സൃഷ്ടിച്ചു. വെള്ളിയാഴ്ചത്തെ വിപണിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി വിപണിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എത്തരത്തിലാണ് എന്ന് നമുക്ക് നോക്കാം. ഓഹരി വിപണിയിൽ അടുത്തിടെ ഉണ്ടായ ഇടിവ്, പ്രത്യേകിച്ച് IT സോഫ്റ്റ്വെയർ സർവീസ് കമ്പനികളിലെ വലിയ ഇടിവ് ഇന്ത്യൻ വിപണിയിലെ മൂല്യനിർണ്ണയം വാല്യുവേഷൻ കുറച്ചുകൂടി താഴ്ത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും മറ്റ് പല രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ വിപണി ഇപ്പോഴും ചെലവേറിയ നിലയിൽ തന്നെയാണ്.
ഇപ്പോൾ ഇന്ത്യയുടെ ഒരു വർഷത്തെ ഫോർവേഡ് PE റേഷ്യോ ഏകദേശം 20.09 കഴിഞ്ഞ നവംബറിൽ അത് 21.2 ആയിരുന്നു. ചെറിയ ഒരു കുറവുണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ വിപണിയിലെ മൂല്യം ഇപ്പോഴും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെക്കാൾ ഉയർന്നതാണ്. ഉദാഹരണത്തിന് ദക്ഷിണ കൊറിയ, ചൈന, തായ്വാൻ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ വിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഉയർന്ന പ്രീമിയം നിലനിൽക്കുന്നു. ഇതുകൊണ്ടാണ് വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പിൻവലിക്കാൻ കാരണമാകുന്നതും. 2025 മുതൽ ഇതുവരെ വിദേശ നിക്ഷേപകർ ഏകദേശം $19 ബില്യൺ ഇന്ത്യൻ ഓഹരികൾ വിറ്റതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. വിപണിയിൽ കുറച്ച് ദിവസങ്ങളായിട്ടൊരു ഇടിവ് കാണുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഓഹരി വിപണിയുടെ മൂല്യനിർണ്ണയം ഇപ്പോഴും കൂടുതൽ തന്നെയാണ് എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. രാജ്യത്തിൻ്റെ അടുത്ത സാമ്പത്തിക വളർച്ചാ ഘട്ടത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് നിർണായകമായ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ലാഭമാർജിനുകൾ സംരക്ഷിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഗവേഷണ വികസന മേഖലകളിൽ കൂടുതൽ നിക്ഷേപം നടത്തണമെന്നും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കണമെന്നും ശക്തമായിട്ടുള്ള സപ്ലൈ ചെയിൻ സംവിധാനങ്ങൾ വികസിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. ഇനി മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു ബൈറ്റിലേക്ക്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റായും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റുകൾ. S&P 500ഉം ഡൗ ജോൺസും ചെറിയ രീതിയിൽ ഉയർന്നപ്പോൾ നാസ്ഡാക്ക് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അമേരിക്കയിലെ പണപ്പെരുപ്പ ഡാറ്റ പ്രകാരം ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചത് ജനുവരി മാസത്തിൽ ഉപഭോക്തൃ വില സൂചിക 0.2% ഉയർന്നു. വാർഷികാടിസ്ഥാനത്തിൽ അത് 2.4% വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം 0.3% മാസത്തിലും വർഷം തോറും 2.5% ഉയർച്ചയാണ് പ്രതീക്ഷിച്ചതിലും താഴ്ന്ന ഒരു ഡാറ്റ ആയിട്ടുകൂടി മാർക്കറ്റിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസിലും വിപ്രോയിലും ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇൻഫോസിസ് 3.5% നേട്ടത്തിലും വിപ്രോ 2.5% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 1% ഇടിവുണ്ടാക്കിയപ്പോൾ ICICI ബാങ്ക് 2% ഇടിവാണ് ഉണ്ടാക്കിയത്. ഇനി യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക്. വെള്ളിയാഴ്ചയും യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. AI റിലേറ്റഡ് ആയിട്ടുള്ള സെൽ ഓഫ് തന്നെയാണ് വീണ്ടും ഒരു മിക്സഡ് അവസ്ഥയിലേക്ക് യൂറോപ്യൻ മാർക്കറ്റുകളെ കൊണ്ടെത്തിച്ചത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.2% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 25,520 66 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് സാധ്യതയുള്ളത്. അടുത്തതായി ഗോൾഡ് പ്രൈസിലേക്ക്. സ്പോട്ട് ഗോൾഡ് 2% നേട്ടത്തിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. US ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് ശേഷമാണ് സ്പോട്ട് ഗോൾഡ് 2% നേട്ടമുണ്ടാക്കിയത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 1,15,680 എന്ന നിലയിലായിരുന്നു. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 1.5% ഇടിവിൽ $68,000 ട്രേഡ് ചെയ്യുന്നത്. US നിന്നുള്ള ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് ശേഷം ഓയിൽ പ്രൈസുകൾ ചെറിയ നേട്ടത്തിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മളിവിടെ കടന്നു പോയിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ 55% ഡിസ്കൗണ്ടോട് കൂടി 1,299 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമുണ്ട്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോ സീരീസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ വഴിയും കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് അവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ ഈ പുതിയ സാഹചര്യങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് AIനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് കുറേ കൂടി എളുപ്പമാക്കാൻ കഴിയും. അത്തരത്തിൽ ട്രേഡിംഗ് കൂടുതൽ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു AI പ്രോംപ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും വീഡിയോസ് കാണാനും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ വീഡിയോ നൽകിയിട്ടുണ്ട്. AI പ്രോംപ്റ്റിന് വേണ്ടിയിട്ട് തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഓല ഇലക്ട്രിക് മൊബിലിറ്റി എന്ന കമ്പനി. നെറ്റ് ലോസ് കുറഞ്ഞിരിക്കുകയാണ്. 487 കോടി രൂപയിലാണ് ഇപ്പോൾ ലോസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 564 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. പക്ഷേ റവന്യൂവിൽ 55% ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. 470 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി പ്രിസിഷൻ വയേഴ്സ് ഇന്ത്യ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 98.9% വലിയൊരു വർധനവ് വന്നിരിക്കുന്നു. 37.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 37.2% വർധനവ് വന്നിരിക്കുന്നു. 1347.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. അടുത്ത് ഫോർട്ടിസ് ഹെൽത്ത് കെയർ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 21.19% ഇടിവ് വന്നിരിക്കുന്നു. 193.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ പക്ഷേ 17.5% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2265 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അതർ ഇൻകത്തിൽ 8.29% ഇടിവും വന്നിരിക്കുന്നു. അടുത്ത ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 82.6% ഇടിവും റവന്യൂവിൽ 0.7% ഒരു വർധനവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് അനുപം രസായൻ ഇന്ത്യ എന്ന കമ്പനി. പ്രോഫിറ്റ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്ന 60.6 കോടി രൂപയാണ്. 11.8% വർധനമാണ് പ്രോഫിറ്റിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. റവന്യൂവിൽ 31.3% വർധനവ് വന്നിരിക്കുന്നു. 512.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ഗാലക്സി സർഫാക്റ്റൻസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 8.7% ഇടിവ് വന്നിരിക്കുന്നു. പക്ഷേ റവന്യൂവിൽ 27.6% വർധനവും രേഖപ്പെടുത്തി. അടുത്തതായി നല്ല റിസൾട്ട് രേഖപ്പെടുത്തിയ മറ്റൊരു കമ്പനി നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 195.1% വർധനവ് രേഖപ്പെടുത്തി. 135.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 17.3% വർധനവ് വന്നു. 6869.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. മറ്റൊരു കമ്പനി NBCC ഇന്ത്യയാണ്. പ്രോഫിറ്റിൽ 39.4% വർധനവ്. 193 കോടി രൂപയിലാണ് പ്രോഫിറ്റ് പുറത്തു വന്നിരിക്കുന്നത്. റവന്യൂവിൽ 7.6% വർധനവ്. 3022.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ആസാദ് എഞ്ചിനീയറിംഗ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 44.3% വലിയൊരു വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 34.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 31.7% വലിയൊരു വർധനവ് വന്നു. 158.7 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മികച്ച ഒരു റിസൾട്ട് തന്നെയാണിത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സെയിൽ, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. വലിയ സെല്ലിങ്ങിലേക്കാണ് FIS വെള്ളിയാഴ്ച പോയത്. 7395 കോടി രൂപയ്ക്ക് അവർ ക്യാഷ് മാർക്കറ്റിൽ സെല്ല് ചെയ്തു. DIS ആവട്ടെ 5554 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.